കാർഷിക വാർത്തകൾ. കൊക്കോയുടെ ആഗോള അവധി വിപണി വില ഉയർത്തി. സംസ്ഥാനത്ത് വിലക്കുറവ്, റബ്ബറിന്റെ വരവ് കുറഞ്ഞു. ന്യൂയോർക്കിലും ലണ്ടനിലും വില വർദ്ധിച്ചതോടെ ഇതര ഉൽപാദന രാജ്യങ്ങളിലും കൊക്കോ വിൽപ്പന സജീവമായി. നൈജീരിയൻ കയറ്റുമതിക്കാർക്ക് മെയ് ഷിപ്മെന്റുകൾ പൂർത്തിയാക്കാനാവാത്ത വിവരം വില വർദ്ധിക്കാൻ അവസരമൊരുക്കി. എന്നാൽ കേരളത്തിൽ ഉൽപ്പന്ന വില വീണ്ടും കുറഞ്ഞു. സംസ്ഥാനത്തെ കൊക്കോ തോട്ടങ്ങളിൽ 2 മാസം നീണ്ട വിളവെടുപ്പ് അവസാനിക്കുന്നു. പുതിയ സാഹചര്യത്തിൽ ഓഫ് സീസണിലെ വിലക്കയറ്റം പ്രതീക്ഷിച്ച ഉൽപാദകരും മധ്യവർത്തികളും സമ്മർദ്ദത്തിലാണ്. ചോക്ലേറ്റ് വ്യവസായികളിൽ നിന്നുള്ള ഡിമാൻഡ് മങ്ങിയതോടെ പച്ചക്കൊക്കോ കിലോ 80 രൂപയായി കുറഞ്ഞു. ഏലം തോട്ടങ്ങളിൽ പുതിയ കായകൾ മൂത്ത് വിളവെടുപ്പിന് ഒരുങ്ങുന്നതിനിടയിൽ ഉൽപാദന മേഖലയിൽ നടന്ന ലേലത്തിൽ 1,00,000 കിലോ ചരക്ക് വിൽപ്പനയ്ക്കിറങ്ങി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വാങ്ങലുകാർക്കൊപ്പം ചില വ്യവസായികളും ലേലത്തിൽ താൽപര്യം കാണിച്ചു. വിദേശ ഓർഡറുകൾ ലഭിച്ചവരും ഏലക്ക ശേഖരിക്കാൻ രംഗത്തുണ്ട്. കനത്ത മഴ ഏതാനും ദിവസങ്ങളിൽ തുടരുമെന്ന വിലയിരുത്തലുകൾ റബ്ബർ തോട്ടങ്ങളിൽ മഴമറകൾ ഒരുക്കാനുള്ള കർഷകരുടെ നീക്കങ്ങൾക്ക് തിരിച്ചടിയായി. കൊച്ചി, കോട്ടയം വിപണികളിൽ ചരക്ക് വരവ് കുറഞ്ഞ അളവിലാണ്. ടയർ നിർമ്മാതാക്കൾ 4ാം ഗ്രേഡ് ഷീറ്റ് ക്വിന്റലിന് 19,700 രൂപ പ്രകാരവും 5ാം ഗ്രേഡ് 19,400 രൂപയ്ക്കും ശേഖരിച്ചു. ബാങ്കോക്കിൽ ഷീറ്റ് വില കിലോ 19,900 രൂപ. രാജ്യാന്തര ക്രൂഡ് ഓയിൽ വിലയിലെ ഉണർവ് സിന്തറ്റിക് റബ്ബർ വില ഉയർത്തുമെന്ന വിലയിരുത്തൽ ഏഷ്യൻ റബ്ബർ അവധി വ്യാപാര കേന്ദ്രങ്ങളിൽ രാവിലെ ആവേശം ഉളവാക്കിയെങ്കിലും ഓപ്പണിംഗ് വേളയിൽ റബ്ബർ കാഴ്ചവെച്ച ഉണർവ് നിലനിർത്താൻ വിപണിക്കായില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാർഷിക സേവനങ്ങൾ വേഗത്തിലാക്കാൻ ലക്ഷ്യമിട്ട് കൃഷിവകുപ്പ് തയ്യാറാക്കിയ കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്ത കർഷകരുടെ എണ്ണം 37,000 കടന്നു. ഇന്നലെ വരെയുള്ള കണക്കുകൾ പ്രകാരം 37,089 കർഷകരാണ് രജിസ്റ്റർ ചെയ്തത്. 1,115 കൃഷിക്കൂട്ടങ്ങളും ആപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മുന്നറിയിപ്പ്, കീടങ്ങളും രോഗങ്ങളും സംബന്ധിച്ച മുന്നറിയിപ്പുകൾ, മണ്ണ് പരിശോധന, സബ്സിഡി സംബന്ധിച്ച അറിയിപ്പുകൾ, വിപണി സംബന്ധിച്ച വിവരങ്ങൾ എന്നിവ കർഷകർ ലഭ്യമാക്കാനായി കഴിഞ്ഞ ആഗസ്റ്റ് 17 ആപ്പിന് തുടക്കമിട്ടത്. എളുപ്പത്തിലും വേഗത്തിലും വിവിധ സേവനങ്ങൾ ലഭ്യമാക്കുക, കൃത്യസമയത്തുള്ള വിവരശേഖരണം എന്നിവയാണ് ആപ്പിൽ ലക്ഷ്യമിടുന്നത്. രജിസ്റ്റർ ചെയ്യുന്നവർക്ക് കർഷക ID കാർഡും നൽകും. ഇതുവരെ 17,967 പേരുടെ ID കാർഡ് അപേക്ഷകളും അംഗീകരിച്ചിട്ടുണ്ട്. ID കാർഡ് സ്വന്തമാക്കാൻ ഗൂഗിൾ പ്ലേ സ്റ്റോർ, ആപ്പ് സ്റ്റോറിൽ നിന്ന് കതിർ ആപ്പ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണം. ആപ്പിൽ നൽകുന്ന മൊബൈൽ നമ്പറിലേക്ക് ലഭിക്കുന്ന OTP ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം. കർഷകന്റെ പേര്, വിലാസം, കൃഷിഭവൻ, വാർഡ് തുടങ്ങിയ വിവരങ്ങൾ നൽകി വ്യക്തിഗത രജിസ്ട്രേഷൻ പൂർത്തിയാക്കാം. തുടർന്ന് കൃഷിസ്ഥലം രജിസ്റ്റർ ചെയ്യാൻ ആപ്പിലെ സാറ്റലൈറ്റ് മാപ്പിൽ നിന്ന് കൃഷിയിടത്തിന്റെ ഫോട്ടോ സഹിതം സമർപ്പിക്കണം. കാർഷിക മേഖല തെരഞ്ഞെടുത്ത് കൃഷി സംബന്ധിച്ച വിവരങ്ങൾ കൃത്യത്തോടെ നൽകണം. പാട്ടത്തിന് കൃഷി ചെയ്യുന്നവർക്കും അപേക്ഷിക്കാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പ്രകൃതിക്ഷോഭം മൂലം കൃഷിനാശമുണ്ടായാൽ നഷ്ടപരിഹാരത്തിനായി കർഷകർക്ക് ഇനി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങേണ്ട. കൃഷിവകുപ്പിന്റെ എയിംസ് പോർട്ടൽ വഴി അപേക്ഷ നൽകാം. സ്വന്തമായോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ കർഷകരുടെ ID വെച്ചാണ് അപേക്ഷ നൽകേണ്ടത്. പ്രകൃതിക്ഷോഭം മൂലം കൃഷിനാശമുണ്ടായാൽ നഷ്ടപരിഹാരത്തിനായി അപേക്ഷിക്കുന്ന കർഷകർ അവരുടെ വ്യക്തിഗത വിവരങ്ങൾക്കൊപ്പം സ്ഥലം, വിള, അക്കൗണ്ട് വിവരങ്ങളും നൽകണം. പോർട്ടലിൽ ലോഗിൻ ചെയ്ത ശേഷം കൃഷിനാശത്തിന്റെ ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യണം. കൃഷിയിടത്തിൽ കർഷകർ നിൽക്കുന്നതുൾപ്പെടെയുള്ള ചിത്രങ്ങളാണ് വേണ്ടത്. ഏതൊക്കെ വിളകളാണ് നശിച്ചത്, എത്ര നഷ്ടമുണ്ടായി എന്ന വിവരവും നൽകണം. ഒന്നിൽ കൂടുതൽ വിളകൾക്ക് നാശമുണ്ടെങ്കിൽ അത് ചേർക്കാനുള്ള സൗകര്യവുമുണ്ട്. ഇൻഷുർ ചെയ്ത വിളകൾക്കും അല്ലാത്തവയ്ക്കും ലഭിക്കുന്ന നഷ്ടപരിഹാരം വ്യത്യസ്തമായിരിക്കും. പ്രകൃതിക്ഷോഭമുണ്ടായി 24 മണിക്കൂറിനുള്ളിൽ അതത് കൃഷിഭവനുകളിൽ നിന്ന് കൃഷിനാശം ഉണ്ടായേക്കാമെന്ന FIR റിപ്പോർട്ട് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യും. കർഷകർ കൃഷിഭവനിൽ അറിയിക്കുന്നതനുസരിച്ചായിരിക്കും ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നഷ്ടപരിഹാരത്തിനായി അപേക്ഷിക്കുക. റിപ്പോർട്ട് അപ്ലോഡ് ചെയ്ത് 10 ദിവസത്തിനുള്ളിൽ അപേക്ഷിക്കണം. അപേക്ഷ ലഭിക്കുന്നതിനനുസരിച്ച് അതത് വാർഡുകളിൽ ബന്ധപ്പെട്ടവർ സ്ഥലത്തെത്തി പരിശോധന നടത്തും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്, 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. വെറ്റില കർഷകർക്ക് ഇരുട്ടടിയായി കാറ്റും മഴയും. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് വെറ്റില കൃഷി നഷ്ടമായതോടെ പലരും ഉപേക്ഷിച്ചു പോകുന്ന അവസ്ഥയിലാണ്. കൃഷിവകുപ്പ് നാശനഷ്ടക്കണക്ക് ശേഖരിച്ചിട്ടുണ്ടെങ്കിലും നഷ്ടപരിഹാരം കിട്ടുന്ന കാര്യത്തിൽ ആശങ്കകൾ ഏറെയുണ്ട്. അന്യം നിന്നുപോകുന്ന വെറ്റില കൃഷി വീണ്ടും സജീവമാകുന്നതിനു പിന്നാലെയാണ്
കാറ്റും മഴയും നാശം വിതച്ചത്. ഒരു കാലത്ത് നെൽകൃഷി പോലെ സജീവമായിരുന്ന വെറ്റില കൃഷി ഇപ്പോൾ നാമമാത്രമായിരിക്കുന്നു. വിലയിടിവും പരിപാലന ചെലവും കൂടിയത് കൃഷി ഉപേക്ഷിക്കാൻ കാരണമായി. ഒരു കെട്ട് വെറ്റിലയ്ക്ക് ഇപ്പോൾ 30 മുതൽ 50 രൂപ വരെ മാത്രമാണ് വിപണിയിൽ ലഭിക്കുന്നത്. 4 അടുക്കുകളായി 20 എണ്ണം വീതം 80 വെറ്റിലയാണ് ഒരു കെട്ടിലുള്ളത്. മാസങ്ങൾക്ക് മുമ്പ് വരെ 100 രൂപയോളം വില ലഭിക്കുമായിരുന്നു. കോവിഡ് സമയത്ത് 240 മുതൽ 300 രൂപ വരെ ലഭിച്ചിരുന്നു. വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളെ തുടർന്നാണ് മറ്റു കൃഷികൾ ഉപേക്ഷിച്ച് പലരും വെറ്റില കൃഷിയിലേക്ക് തിരിഞ്ഞത്. തൊഴിലാളികളുടെ കൂലിയും പരിപാലന ചെലവും കഴിഞ്ഞാൽ ലാഭമൊന്നും കിട്ടാനില്ല. ഇതിനു പിന്നാലെയാണ് പ്രകൃതിക്ഷോഭം നാശം വിതച്ചത്. കാറ്റും മഴയും നാശം വരുത്തിയ വെറ്റില കൃഷിക്ക് ന്യായമായ നഷ്ടപരിഹാരം വേണമെന്നും വിപണിയിൽ വില സ്ഥിരത വേണമെന്നുമാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പൈനാപ്പിൾ വില റെക്കോർഡ് ഭേദിച്ച് മുന്നോട്ട്. കിലോയ്ക്ക് 58 രൂപയും ഒരെണ്ണത്തിന് 60 രൂപയും എന്ന നിരക്കിലാണ് നിലവിൽ പൈനാപ്പിളിന്റെ വില. വരും ദിവസങ്ങളിലും ഇനിയും വില വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രതിസന്ധി മാറി വില ഉയർന്നിരിക്കുകയാണ് പൈനാപ്പിളിന്. 18 രൂപയിൽ നിന്ന് 60 രൂപയിലേക്കാണ് വില കയറിയത്. മാർക്കറ്റിന് പുറത്ത് വിൽപ്പന നടത്തുന്നത് 70 രൂപ മുതൽ 80 രൂപ വരെയൊക്കെയാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലടക്കം വൻതോതിൽ ചരക്കിന് ആവശ്യമുയർന്നതാണ് വിലവർധനയ്ക്ക് കാരണം. നിലവിൽ ആവശ്യത്തിന് പൈനാപ്പിൾ കിട്ടാനില്ല. ഇനി 2 മാസമെങ്കിലും കാത്തിരുന്നാലേ പൈനാപ്പിൾ കാര്യമായി വിപണിയിലെത്തും. ആവശ്യകത കൂടിയതിനാൽ വില വരും ദിവസങ്ങളിൽ ഇനിയും ഉയരുമെന്ന് ഓൾ കേരള മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് പെരുമ്പിള്ളിക്കുന്നൽ പറഞ്ഞു. കഴിഞ്ഞ ഒരു മാസം 1.5 മാസമായി ഈ പൈനാപ്പിൾ വിപണി മുമ്പൊരിക്കലും കാണാത്ത തരത്തിലുള്ള ഒരു വിലയിടിവിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. കോവിഡ് കാലത്ത് പോലും ഇത്രയും പൈനാപ്പിൾ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ മാർക്കറ്റ് ഇത്രയും മോശമായ ഒരു സമയം ഉണ്ടായിട്ടില്ല. കാരണം മാർക്കറ്റിൽ പൈനാപ്പിൾ കൊണ്ടുവന്നാൽ അത് വാങ്ങാൻ ആളില്ല. അതിവിടെ കിടന്ന് ചീഞ്ഞ് കുന്നുകൂടി അത് മാറ്റേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ആ കാര്യങ്ങൾ പോയത്. 10 രൂപ മുതൽ 25 രൂപ വരെയായിരുന്നു വില. ഈ വില വർധനവ് എത്ര നാൾ നീണ്ടു നിൽക്കുമെന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല. ഒരാഴ്ച കൂടി നീണ്ടു നിൽക്കാം. അതിനുശേഷം വില കുറയാനുള്ള സാധ്യതയാണ് കൂടുതൽ. കാരണം അപ്പോഴത്തേക്കും പുതിയ ക്രോപ്പ് വിപണിയിൽ വരും. ഇനി കൂടുതൽ വില വർധനവ് പ്രതീക്ഷിക്കുന്നില്ല. 60 രൂപ എന്ന് പറയുന്ന റെക്കോർഡ് വിലയാണല്ലോ. മാർച്ച് അവസാനം 55 രൂപ മുതൽ 60 രൂപ വരെയായിരുന്നു പൈനാപ്പിൾ വില. ഏപ്രിൽ തുടക്കത്തിലും 50 രൂപയ്ക്ക് മുകളിൽ വിലയുണ്ടായിരുന്നു. എന്നാൽ മെയ് ആദ്യവാരം വില 3 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലെത്തി. സ്പെഷ്യൽ ഗ്രേഡ് പൈനാപ്പിൾ 18 രൂപ മുതൽ 20 രൂപ വരെയാണ് തോട്ടങ്ങളിൽ നിന്ന് ശേഖരിച്ചത്. പച്ച പൈനാപ്പിൾ 15 രൂപ മുതൽ 18 രൂപയ്ക്കും പഴം 15 രൂപയിൽ താഴെ വിലയ്ക്കും വിൽക്കേണ്ടി വന്നു. മുൻ വർഷത്തെ അപേക്ഷിച്ച് ഉൽപാദനം കൂടിയതിനാൽ കിട്ടിയ വിലയ്ക്ക് പലരും വിറ്റഴിക്കുകയായിരുന്നു. വിലയിടിവിൽ നിന്ന് തിരിച്ചു കയറിയിരിക്കുകയാണ് പൈനാപ്പിൾ. കഴിഞ്ഞ ആഴ്ച വരെ കിലോയ്ക്ക് 18 രൂപ മുതൽ 20 രൂപ വരെയായിരുന്ന പൈനാപ്പിൾ ഇന്ന് കിലോയ്ക്ക് 60 രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ്. വിപണിയിലെ വൻ ഡിമാൻഡും ഉൽപാദനത്തിനുണ്ടായ കുറവുമാണ് വിലവർധനയ്ക്ക് കാരണം. ഇനിയും വില ഉയരുമെന്ന പ്രതീക്ഷയിലാണ് പൈനാപ്പിൾ കർഷകർ. കാണാം കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 197, RSS 5 193, ലാറ്റക്സ് 142, ജാതിക്ക 350, ജാതിപത്രി 1800 മുതൽ 2000 വരെ, ഗ്രാമ്പു 880, അടയ്ക്ക 240, കാപ്പിക്കുരു 280, കൊക്കോ പരിപ്പ് 320, കുരുമുളക് ഗാർബിൾ 68,300, കുരുമുളക് അൺഗാർബിൾ 66,300, ഏലക്ക 2,100 മുതൽ 2,200 വരെ, വെളിച്ചെണ്ണ 32,600, കൊപ്ര 22,700, ചുക്ക് 22,500.